ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നാണെങ്കിലേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാളയുടെ റെസിപ്പി ഉണ്ടല്ലേ, മത്തി വറ്റിച്ചത്. ചാളയെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, നിങ്ങൾ മത്തി എന്ന് പറയുമായിരിക്കും. അത് തന്നെ സംഗതി. മത്തി വറ്റിച്ചത് അല്ലെങ്കിൽ പൊരിച്ചത്, അങ്ങനൊരു പ്രത്യേക രീതിയിലൊരു റെസിപ്പി കണ്ടില്ലായിരുന്നോ? എല്ലാവരും കണ്ടു കാണും. അതാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ചാളയൊക്കെ വേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുഞ്ഞുള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളി എന്ന് പറയുന്നത്, അതും കൂടെ ചതച്ചെടുക്കണം. ഇതെല്ലാം നമ്മൾ കല്ലി വെച്ച് ചതച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് കുത്തി ചതച്ചെടുക്കണം കേട്ടോ. ഇതാണെങ്കിലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മത്തിയൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിയും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ടാണെങ്കിൽ ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മുളക് പൊടി, നമുക്ക് വേണമെങ്കിൽ കളറിനായിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇത് ഞാൻ ഇപ്പോൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തേക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് എണ്ണയായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അടുപ്പ് കത്തിക്കാനേ. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ തീ കൊളുത്തിയിട്ട് ഇത് മിക്സ് ചെയ്യാൻ നിൽക്കരുത്, അത് കരിഞ്ഞു പോവേ. അത് കണക്ക് തന്നെ തീയാണെങ്കിൽ ലോ ഫ്ലെയിമിലാണ്, ഏറ്റവും കുറച്ചാണ് ഞാൻ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ പൊടികളായത് പറഞ്ഞേ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളിങ്ങനെ ദാണ്ടെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതും ആ ചെറിയ തീ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വാടി മുരിഞ്ഞു വരണേ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അതവിടെ ഇട്ടിട്ട് വേറെ പണിക്കൊന്നും പോകണ്ട കേട്ടോ, കരിഞ്ഞു പോവേ. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് പുളിയും വെള്ളവും ഒഴിച്ചെടുക്കണം. ഈ കട്ടി പുളിവെള്ളം ആയത് കാരണമാണ് ഞാൻ കുറച്ച് ഒഴിച്ചത് കേട്ടോ. പിന്നെ ഇനി ഇച്ചിരി ലൂസായ പുളിവെള്ളമോടെ ചേർത്താണ് ഞാൻ ഈ പരുവത്തിന് ആക്കിയെടുത്തത്. ഇനി ഈ പുളിവെള്ളവും ഈ ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു ഇച്ചിരി നേരം എണ്ണ തെളിയുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇങ്ങനെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അഥവാ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ അരപ്പെല്ലാം ഒന്ന് നിരത്തി വെച്ച് ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ താരത്തെ പറക്കി അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ മെയിൻ താരം ചാളയല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ചാളയെന്നാണേ പറയുന്നത്, ഇത് നിങ്ങളുടെ നാട്ടിൽ മത്തി എന്ന് പറയുമായിരിക്കും. അങ്ങനെ ഞാൻ ചാളയെല്ലാം ഓരോന്നോരോന്നായിട്ട് പറക്കി വെച്ചിട്ടുണ്ട്. ചാളയെല്ലാം പറക്കി വെച്ചിട്ട് ആ ചെറിയ തീ തന്നെ ഇട്ട് ഇതൊന്ന് മുരിയിച്ചെടുക്കണേ. ഞങ്ങളുടെ ചാളയ്ക്കകത്തുനിന്നുണ്ടെങ്കിൽ നല്ല പോലെ നെയ്യിറങ്ങി വരുന്നുണ്ടായിരുന്നു. നല്ല നെയ്ച്ചാളയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമായിരുന്നേ. ഇനി ഒരുവിധം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇപ്പുറത്തെ സൈഡിലും കൂടെ അരപ്പ് പിടിക്കണമല്ലോ, അത് കാരണം ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തേ. ഇതൊന്നുകൂടെ തിരിച്ചിട്ട് മുരിച്ചെടുത്താലേ നന്നായിട്ട് മുരിയത്തുള്ളൂ. ഇതിപ്പം വെന്ത് വന്നതേ ഉള്ളൂ, മുരിഞ്ഞിട്ടില്ലായിരുന്നേ. ഞാൻ നന്നായിട്ട് അത് ഉടയാതെ പെയ്യനെ തന്നെ നമ്മൾ വെപ്രാളം കാണിച്ചതൊന്നും ഉടച്ചൊന്നും കളയണ്ടേ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടില്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവേ. അത് കാരണം നമ്മൾ പെയ്യനെ സമാധാനമായിട്ട് അതിനെ തിരിച്ചിട്ട് കൊടുക്കണേ. അപ്പം നല്ലൊരു സൈഡ് ഫുള്ളായിട്ട് അരപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടെ അരപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തത്. കുറച്ച് നല്ല മണമുള്ള കറിവേപ്പിലേക്ക് അങ്ങോട്ടിട്ട് ചെറിയ തീ തന്നെ വീണ്ടും ഒന്നുകൂടെ വേവിച്ചെടുക്കേ. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് കുറച്ചുകൂടെ മുരിയാനുണ്ടായിരുന്നു. ഞാനത് മറ്റേ സൈഡിൽ അരപ്പ് വെള്ളം പറ്റിപ്പോകുന്നതിന് മുമ്പേ ഒന്നുകൂടെ ഒന്ന് അരപ്പ് പിടിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പം ഞാൻ രണ്ടാമത്തെ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സൈഡും നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഞാൻ ഈ മത്തി വറ്റിച്ചത് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പം വേറെ നമ്മൾ ചാള വറുക്കുന്ന കണക്കുള്ള മണമല്ല, വേറൊരു മണമാണ്. നല്ല മണം കേൾക്കുമ്പം തന്നെ നമുക്ക് കൊതി വരുവേ. അങ്ങനെ ഞാൻ ഇത് കഴിക്കുന്നതേ കപ്പയുടെ കൂടാണ് കേട്ടോ. നല്ല പുഴുക്കൻ കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയും ഈ ചാള വറ്റിച്ചതും എല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിക്കേ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോല്ലേ. അത് കണക്ക് തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്, ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു മത്തി വറ്റിച്ചത് അല്ലെങ്കിൽ ചാള പൊരിച്ചത് എന്നൊക്കെ പറയാം.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.